ഇറാന്റെ മിസൈൽ ഡ്രോൺ കേന്ദ്രങ്ങളിൽ US ആക്രമണം. ഹോർമുസിൽ കപ്പലാക്രമിച്ചതിന് തിരിച്ചടി. സുരക്ഷിത നാവിക ഇടനാഴി അടച്ചു. ഇറാന്റേത് വെടിനിർത്തൽ കരാറിന്റെ വിഡ്ഢിത്തം നിറഞ്ഞ ലംഘനമാണെന്ന് US. തിരിച്ചടിച്ചുവെന്ന് ഇറാൻ. അമേരിക്കയുടെ ഭാഗം ചേരരുതെന്ന് ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാന്റെ മുന്നറിയിപ്പ്. കപ്പലുകൾക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പു നൽകാൻ കഴിയില്ല. ഇറാൻ നൽകിയ റൂട്ടിലൂടെ അല്ലാതെ പോയാൽ ഇൻഷുറൻസോ സുരക്ഷാ ഗ്യാരണ്ടിയോ കിട്ടില്ലെന്ന് മുന്നറിയിപ്പ്. എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്തം കപ്പലുടമയ്ക്കും കമാൻഡർക്കുമാണെന്നും ഇറാൻ. ട്രംപിന്റെ ടീമിൽ ഭിന്നത. യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ JD വാൻസും മാർക്കോ റൂബിയോയും വ്യത്യസ്ത നിലപാടിൽ. സമാധാനം വേണമെന്ന് JD വാൻസ്. ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങളെ ശക്തമായി പിന്തുണച്ച് മാർക്കോ റൂബിയോ. വെനസ്വേലയെ ഞെട്ടിച്ച് ഭൂകമ്പം. തകർന്നടിഞ്ഞ് വെനസ്വേല. ഭൂകമ്പത്തിൽ മരണം 1000 കടന്നു. 3000-ഓളം പേർക്ക് പരിക്കേറ്റു. 6 ലക്ഷത്തോളം പേരെ കാണാതായി. കൈത്താങ്ങായി ഇന്ത്യ. മെഡിക്കൽ സംഘവും 35 ടൺ സാമഗ്രികളും. ഓപ്പറേഷൻ അമിസ്റ്റാഡ്. ഇന്ന് വീണ്ടും ഭൂകമ്പമുണ്ടായെന്ന് സൂചന. അയത്തുള്ള ഖമേനിയെ ഒളിച്ചിരുന്ന ബങ്കറിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്ത്. നിർമ്മിച്ചത് സ്ഫോടനങ്ങളെ പ്രതിരോധിക്കുന്ന മുറിയും തുരങ്കങ്ങളും. കടുത്ത ആയുധാക്രമണങ്ങളെ പോലും പ്രതിരോധിക്കാൻ ശേഷിയുള്ളവ. രഹസ്യ ഭൂഗർഭ കേന്ദ്രം ഇസ്രായേൽ തകർത്തത് 50ഓളം യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച്. പങ്കെടുത്തത് 100-ലധികം മാരകശേഷിയുള്ള യുദ്ധസാമഗ്രികൾ. ഇറാൻ അമേരിക്കയ്ക്ക് ഏൽപ്പിച്ചത് കനത്ത ആഘാതം. മറച്ചുവെച്ച കണക്കുകൾ പുറത്ത്. $400 മില്യൺ മെഗാ നഷ്ടം കണക്കാക്കി പെന്റഗൺ. US സൈനിക താവളങ്ങൾക്ക് കനത്ത നാശം. യുദ്ധത്തിൽ പശ്ചിമേഷ്യയിലെ 20-ലധികം സൈനിക താവളങ്ങളും നയതന്ത്ര കാര്യാലയങ്ങളും ആക്രമിക്കപ്പെട്ടു. ചില കേന്ദ്രങ്ങൾ ഇസ്രായേലിലേക്ക് മാറ്റാൻ ആലോചന. റഷ്യയെ ചുട്ടരിച്ച് യുക്രൈൻ. ഒരൊറ്റ രാത്രി കൊണ്ട് 660 ഡ്രോണുകൾ യുക്രൈൻ തൊടുത്തു. നഗരങ്ങളെയും ക്രിമിയയെയും ലക്ഷ്യമിട്ട ആക്രമണം സൈനിക നീക്കങ്ങളെയും ഇന്ധന വിതരണത്തെയും സാരമായി ബാധിച്ചുവെന്ന് നിരീക്ഷകർ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നാടകീയ നീക്കങ്ങൾ. അവിശ്വാസ പ്രമേയം തിങ്കളാഴ്ച അവതരിപ്പിക്കാൻ UDF. പിന്തുണയ്ക്കണോ എന്ന് തീരുമാനിക്കാൻ LDF യോഗം ചേരും. കീം പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. മന്ത്രി റോജി M. ജോൺ ഫലപ്രഖ്യാപനം നടത്തും. സംസ്ഥാനത്ത് മഴ കനക്കും. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ യെല്ലോ അലർട്ട്. ഞായറും തിങ്കളും വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കു സാധ്യത. ലോകകപ്പിൽ നോർവേയെ തകർത്ത് ഫ്രാൻസ്. ജയം 1-നെതിരെ 4 ഗോളുകൾക്ക്. ഡംബല്ലയ്ക്ക് ഹാട്രിക്. ഇറാഖിനെ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് തോൽപ്പിച്ച സെനഗൽ. പപ്പേ ഗുവേയ്ക്ക് ഇരട്ട ഗോൾ. അയോധ്യ ക്ഷേത്രത്തിലെ വഴിപാട് മോഷണം പുറത്തുവന്നത് രഹസ്യ ക്യാമറകളിലൂടെ. CCTV ക്യാമറ ഒരാൾ മറച്ചു പിടിക്കുമ്പോൾ മറ്റൊരാൾ നോട്ടുകൾ ഒളിപ്പിക്കും. മോഷ്ടിച്ച പണം വ്യക്തിഗത അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കും. 500 രൂപ നോട്ടുകളുടെ കെട്ടുകളിൽ നിരന്തരം കുറവ് സംശയകരമായി. ക്യാമറകൾ വെച്ചത് ജീവനക്കാർ അറിയാതെ. തമിഴ്നാട് സർക്കാരിന്റെ പുതിയ നിയമനത്തിലും വിവാദം. ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായി നിയമിച്ചത് നിർമ്മാതാവ് K. വെങ്കട്ട് നാരായണനെ. പ്രതിനിധിയായി കർണാടകക്കാരനെ നിയമിച്ചതിനെതിരെ BJP. നടനായിരുന്നില്ലെങ്കിൽ അധ്യാപകനായേനെ എന്ന് ഷാരൂഖ് ഖാൻ. തുറന്നു പറച്ചിൽ. സിനിമാ ജീവിതത്തിന്റെ 34 വർഷങ്ങൾ പൂർത്തിയാക്കിയ സന്തോഷം പങ്കുവെക്കുന്നതിനിടെ കുട്ടികളെ പഠിപ്പിക്കാൻ ഏറെ ഇഷ്ടമെന്നും ഏറ്റവും മികച്ച അധ്യാപകരിൽ ഒരാളാകുമായിരുന്നുവെന്നും ഷാരൂഖ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.